ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബേസ് ആക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പാൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇത് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടറും തടവി അതുപോലെ ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പറും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേറൊരു സാധനം കൂടി റെഡിയാക്കാം. ബട്ടർ ഒന്ന് പാലിലിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല ചൂടിലെ പാലിലേക്ക് ഇട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടാവും. അതുപോലെ ആ പാലിൻ്റെ ചൂടും ഒന്ന് പോയിട്ടുണ്ടാവും. നല്ല ചൂടുള്ള പാലിലേക്കാവണം ഈ ബട്ടർ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പം നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതാണ്. പൊടിക്കാതെ ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കിത് ബീറ്റായി എടുക്കാൻ പറ്റും. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ഒരു നല്ല തിക്കും അതുപോലെ ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ടാവും. മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഉപ്പ് ഇടുന്നത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പാലും ബട്ടറും കൂടിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം ശ്രദ്ധിക്കണം, ആ പാല് ചെറിയൊരു ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ആവേണ്ട ആവശ്യമുള്ളൂ. ഇനി അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇവിടെ നന്നായിട്ട് എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇത് 1.5 കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇത് അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാനേ പാടുള്ളൂ. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ കൂടി നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ റിബൺ പോലെ ആയി വരും. നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 35 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അഥവാ നിങ്ങൾക്ക് 35 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് ചെയ്താൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ ഇതുപോലെ ഇട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയി റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അഥവാ നിങ്ങൾക്കിത് 35 മിനിറ്റ് വെച്ച് ആയിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും കുറച്ച് സമയം കൂടി വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഓവണും ബീറ്ററൊന്നും ഇല്ലാതെ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്